ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ടെസ്റ്റ് മണിക്ക് ശേഷം ഞാൻ പാട്ട് പാടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ തുടർന്നുള്ള സാക്ഷ്യം ഞാൻ പറയട്ടെ. ട്രിവാൻഡ്രം ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ പറഞ്ഞ സമയത്ത് കൺസെൻറ്റ് ഫോം സൈൻ ഇടുന്ന സമയത്ത് എൻ്റെ അമ്മയോട് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള റിസ്ക്കും സൈഡ് എഫക്റ്റും അല്ലെങ്കിലുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു വശം തളർന്നു പോവുകയും കണ്ണിന് കാഴ്ച പോവുകയെന്നും പറഞ്ഞു. ചെയ്തില്ലെങ്കിൽ സ്പൈനൽ ഫ്ലൂയിഡ് വന്ന് അടിഞ്ഞ് 3 മാസത്തിനുള്ളിൽ മരണപ്പെട്ടു പോകുമെന്നും പറഞ്ഞു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം, എൻ്റെ ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ഇത് ചെയ്താലും ചെയ്തില്ലേലും പ്രയോജനമില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം ICUയിൽ കിടന്നു കഴിഞ്ഞ ശേഷം എനിക്ക് ബോധം വന്ന് ഡോക്ടർമാർ ചോദിച്ച റെസ്പോൺസിലെല്ലാം ഡോക്ടർമാർ തന്നെ പറഞ്ഞു, "ഓ മൈ ഗോഡ്, ഇറ്റ്സ് മിറാക്കിൾസ് ബിയോണ്ട് മെഡിക്കൽ സയൻസ്" എന്ന് പറയത്തക്ക വന്നു. ഇത് എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. തുടർന്ന് റേഡിയേഷൻ തെറാപ്പിയും കീമോയും ഒക്കെ ഉണ്ടായിരുന്നു. റേഡിയേഷൻ തെറാപ്പി 28 എണ്ണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട തെറാപ്പി ആയതുകൊണ്ട് ദിവസവും അമ്മയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ അമ്മയുടെ അമ്മ, കൊച്ചമ്മച്ചി എന്ന് ഞങ്ങൾ വിളിക്കും, എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡുമാണ് എൻ്റെ കൂട്ടത്തിൽ ഇരുന്നത്. അമ്മച്ചിക്കും പരിശുദ്ധാത്മാവിൽ നിന്ന് ധാരാളം പാട്ടുകൾ ലഭിക്കാറുള്ള അമ്മച്ചിയാണ്. ഞാൻ ഈ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം അമ്മച്ചിക്ക് നൽകിയ ഒരു പാട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പാടിക്കൊണ്ട് ഈ ഇന്നത്തെ സാക്ഷ്യം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയം തേടി, ഞാൻ നിൻ കാരുണ്യം കണ്ടു, സർവേശ്വരൻ എന്നിൽ നിറഞ്ഞു, ഞാൻ പാടി കീർത്തനം ചെയ്തു. ആനന്ദമുണ്ടെനിക്കെന്നും സന്തോഷമുണ്ടെനിക്കെന്നും, നാഥന്റെ മാർവിൽ ചാരാൻ നിന്നരികിൽ ഞാനെത്തും. കർത്താവേ, നീ എന്നെ കണ്ടു, നിൻ പൊന്മുഖം ഞാനൊന്നു മുത്തും. വേദന കാണുന്ന ദൈവം, ആശ്വാസം നൽകുന്ന ദൈവം, അവിടുത്തെ നന്മകളോർത്ത് ഞാൻ എന്നെന്നും പാടി സ്തുതിക്കും. അവിടുത്തെ വരവൊന്നു കാണാൻ എൻ കണ്ണ്